എടി രേഷ്മ ലേറ്റ് ആവുമെങ്കിൽ വേണ്ട, ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം. അയ്യോ ഇല്ലല്ല, റെഡി ആയിട്ടാ, കെട്ടിയാ മതി. അമ്മ എന്റെ ടിഫിൻ ആ തരാടി. മക്കളെ, നീ നമ്മളും അവൻ്റെ കൂടെ ഓട്ടോയിൽ പോവോ? അച്ഛൻ വേഗം പോകാനുണ്ട്. വേണ്ട അച്ഛൻ, ഞാൻ അച്ഛനോട്ട് വരാം. എന്നെ സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് അച്ഛൻ നേരെ പോയാൽ മതി സ്പീഡിന്. അതാ അതാ, അച്ഛനും കണക്കാ മോളും കണക്കാ. ഒന്ന് തിരക്ക് കൂട്ടാണ്ടിരുന്നൂടെ? ആകെ 2 കയ്യേ ഉള്ളൂ. എന്താ പതുക്കെ പോയാ മതിട്ട്. അവിടെ ആരും ചാവാനൊന്നും കിടക്കണില്ല. റബ്ബറല്ലേ, ചീഞ്ഞു പോകുന്നില്ലല്ലോ. റബ്ബർ ചീഞ്ഞൊന്നും പോവില്ല, പക്ഷെ മുതലാളി എന്നെ പറഞ്ഞു വിടും. പിന്നെ ഇവിടെ പൊതിച്ചോറ് നിനക്ക് കെട്ടണ്ടല്ലേ, ഞാൻ വീട്ടിൽ തന്നെ ഇരുന്ന് കഴിച്ചോളാം. ഞാൻ എന്നാ തിരിച്ച് 3 ദിവസം കഴിഞ്ഞിട്ടാണോ? ഞാൻ മറ്റന്നാ വരും മിക്കവാറും. മറ്റന്നാ വരുമോ? വരുമ്പോ ഒന്ന് പറയാം, എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. നീ ചുമ്മാ ഇരുന്ന്, എനിക്ക് അതിനൊന്നും സമയമില്ല. നീ എന്നെ പോയി അങ്ങ് വാങ്ങിച്ചാൽ മതി. ഞാൻ വരുമ്പോ തന്നെ നല്ല ടയർഡായിരിക്കും. ഞാൻ ശരത്തിനും കൂട്ടി പൊക്കോളാം. നീ എന്തെങ്കിലും ചെയ്. അമ്മ അച്ഛനും മാമിയുടെ വീട്ടിൽ നിന്ന് പോരും. അറിയില്ല, ഒന്നും പറഞ്ഞില്ല. അല്ല, നിങ്ങക്ക് 2 പേർക്കും ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നതിൽ പേടിയൊന്നും ഇല്ലല്ലേ? പേടിയുണ്ട് എന്ന് പറഞ്ഞാ ഏട്ട ഓട്ടം നിർത്തിയിട്ട് ഇവിടെ നിൽക്കുവോ? അതൊന്നും പറ്റില്ല, സമയമില്ല. മക്കള് വാ, പിന്നെ വെറുതെ എന്തിനാ ഓരോ ചോദ്യങ്ങളൊക്കെ. അമ്മ ചേട്ടാ. ആ ടാറ്റ ടാറ്റ. ആ ഷർട്ടിൽ ചെളിയാക്കരുത് കേട്ടാ. ആ എനിക്ക് വയ്യ ഇനി വന്നിട്ട് കഴിക്കണ്ടായി. കേറുമ്പോളെ പോണേ, പിടിച്ചിരിക്കേ. പിടിച്ചിരിക്കേ. നീ എവിടെ നിന്നായിരുന്നു? എടാ, സ്കൂൾ വാനില്ലേ? സ്കൂൾ വാൻ ജംഗ്ഷൻ വരെ വന്നായിരുന്നു. പിള്ളേരെ കുണന്നാക്കാൻ പോയതാ. നീ എവിടേക്ക് യാത്ര? മൈസൂര്. മൈസൂരാ? എന്താ എന്റെ കൊച്ചേ, നമുക്കിത് മനസ്സിലാവില്ല എന്നാണ് വിചാരിച്ചേ. നീ മൈസൂര് പോകുന്ന വയനാട് വഴി ചിന്ന വീട്ടിൽ കയറാനല്ലേ? അല്ല, അതിനു വേണ്ടി തന്നെയല്ലേ നീ മൈസൂര് പറഞ്ഞ ഈ ഓട്ടം പിടിച്ചോണ്ടിരിക്കുന്നേ? എന്നാ പോയടാ. അവളെ ഭർത്താവ് 3 ദിവസത്തേക്ക് ബാംഗ്ലൂർ പോയേക്കുക. ഇതാകുമ്പം ഒരു ഓട്ടോ ആയി, ഒരു ചാട്ടോ ആയി. നിന്റെയൊക്കെ ഒരു ടൈം. നിന്റെ ഓട്ടവും ചാട്ടമൊക്കെ നടക്കട്ടെ, സമയം കളയണ്ട. അതെ, തിരിച്ചു വരുമേ 2 പിടിപ്പിച്ചിട്ടേ കഥ ഡീറ്റെയിൽ ആയിട്ട് പറയണം. നോക്കാം. നീ എന്ത് കോഴിക്കോട് ട്രിപ്പ് എടുക്കാത്ത? അതൊന്നും പറയണ്ടല്ലേ. ഇടയ്ക്കേ ഒരു കണ്ണ് വീട്ടിൽ കൊടുത്തില്ലെങ്കിലേ നമ്മുടെ വീട്ടിലും ആള് കയറും. അതെ, നീ അങ്ങനെ പറഞ്ഞു? ആടാ, നമ്മൾ വേറെ വീട്ടിലേ കട്ട് തിന്നാൻ കയറുമ്പോ ഉണ്ടല്ലോ, നമ്മുടെ വീട്ടിലും ആള് കയറും എന്നുള്ള തോന്നലുണ്ടാവണം. അതാ ഒന്ന് മാറിയെന്ന്. നിനക്കെന്താ അങ്ങനെ തോന്നാൻ കാരണം? കുഴപ്പമൊന്നും ഉണ്ടായിട്ടല്ല, പക്ഷെ അവൾക്ക് ചില ചുറ്റിക്കളിയൊക്കെ ഉണ്ടോന്നൊരു സംശയം. നിനക്ക് എന്റെ സ്വഭാവം അറിയാലോ. 2 കയ്യോടെ കിട്ടിയോണ്ടല്ലോ, ഞാൻ തീർത്തോളൂ. എന്റെ എന്തെങ്കിലും തെളിവ്? എടാ, ഒന്നും പറയാറായിട്ടില്ലടാ, ഞാൻ പറയാം. അതൊക്കെ വിട്, നീ ചെല്ലാൻ നോക്ക്. നീ പോയി അർമാദിച്ചിട്ട് വാടാ. നീ എന്തെങ്കിലും ഉണ്ടേ വിളി. ശരിടാ, ഓക്കെ. നീ എത്ര നേരമായിട്ടും ഫോണിൽ നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട്? നിന്റെ കണ്ണ് 2 കുഴിഞ്ഞു പോകും കേട്ടാ. അമ്മ ഇച്ചിരി നേരം നോക്കിട്ട് തരാം. ഇച്ചിരി നേരം? നീ കൊറേ നേരമായാലും ഇരിക്കാൻ തുടങ്ങിയിട്ട് തന്നെ ഫോൺ. അമ്മ അച്ഛൻ ഇരിക്കണതാ അങ്ങനെ. ആഹാ, നീ അച്ഛൻ ചെയ്യണ പോലെ ഒക്കെ ചെയ്യോ? അപ്പൊ അത് കൊള്ളാലോ, നല്ല സാമർത്ഥ്യാണല്ലോ. അമ്മ ഇച്ചിരി നേരം നോക്കിട്ട് തരാം. അല്ല പിന്നെ കൊറേ നേരമായ അവള്. ഇനി നോക്കട്ടെ നീ ഫോൺ. അല്ല അപ്പൂപ്പ, അമ്മയുടെ ഒന്ന് പറ അപ്പൂപ്പ, ഫോണൊന്ന് തരാൻ. കൊച്ചു പിള്ളേ ഇങ്ങനെ ഫോണിൽ നോക്കി ഇരിക്കാൻ പാടില്ല. അതല്ലേ അമ്മ സമ്മതിക്കാത്തത്. പ്ലീസ് അപ്പൂപ്പ, ഇച്ചിരി നേരം കണ്ടിട്ട് തരാം. മോളെ പറഞ്ഞ അനുസരിക്കാൻ പഠിക്കും. ഒരുത്തം പറഞ്ഞ അനുസരിക്കാത്ത നടക്കുന്ന കണ്ടല്ലോ. എന്റെ അച്ഛൻ ഇപ്പോഴും ലോറി ഓടിച്ച് നടക്കുക. എന്തുമാത്രം പൈസ കൊടുത്തവനെ പഠിപ്പിച്ചതെന്നറിയാം. ഇതൊരു ഫലം. ആയ കാലത്ത് ഒരു വീട് കെട്ടിയിട്ടുണ്ട്, കയറിക്കിടക്കാൻ ഒരു സ്ഥലമായി. അല്ലെങ്കിൽ അവൻ എന്നെ അടിച്ചിറക്കിയത്. കണ്ടോ വരണോ നിന്റെ അച്ഛൻ?
ദാ അച്ഛൻ വന്നു. അച്ഛാ ആ? എന്താ അച്ഛാ എനിക്ക് കൊണ്ടുവന്നേ? അതൊക്കെ ബാഗിലുണ്ട്, വാ അതോട്ട് വാ. ആ എടാ ഓ നമ്മൾ അങ്ങോട്ട് പോയപ്പോ നീ എന്തിനാടാ ദൂരെ ഓട്ടം പോയത്? ഓട്ടം വരുമ്പോ എങ്ങനെ അമ്മ എടുക്കാതിരിക്കണേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു പോണ്ടേ. ഇവരെ 2 ദിവസം ഇവിടെ ഒറ്റയ്ക്കായിരുന്നു. ആ അതൊന്നും കുഴപ്പമില്ല. നിനക്ക് പിന്നെ എന്തോന്നാണ് കുഴപ്പമുള്ളത്? ഓ അവളെന്തി? അവളവിടെ അകത്ത് ആരെടുത്തോ ഫോണിൽ സംസാരിച്ചോണ്ടിരിക്കുന്നു. ആ ഹലോ, ഏട്ടൻ വന്നാ? ആ ശരി ശരി, ഞാൻ പിന്നെ വിളിക്കാം കേട്ടാ. ഏട്ടൻ വന്നു. ഓക്കെ ഓക്കെ ബൈ. ഏട്ടാ ആ ജംഗ്ഷനിലെത്തുമ്പോ ഒന്ന് പറയണ്ടേ? എനിക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. എനിക്ക് നല്ല ക്ഷീണമായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വന്നു. ക്ഷീണമെങ്കിൽ വാ, കുളിക്കാൻ ചൂടുവെള്ളം അനത്തി തരാം. ആ ഞാൻ ആക്കും. എന്തിനായിരുന്നു ലോഡ്? റബ്ബർ ഷീറ്റ്. പൊട്ടിപ്പോയി ഏട്ടാ. വെച്ച് കറി ഏട്ടാ. മതി. മതിയാ? നീ 2 ദിവസം എന്താക്കി? ഏ അല്ല, അച്ഛനും അമ്മയൊന്നും ഇവിടെ ഇല്ലായിരുന്നല്ലോ, അപ്പം 2 ദിവസം എന്താക്കി? എന്താക്ക, ഞാനും മോളും കൂടി ഇവിടെ അടിച്ചു വിളിച്ചു സാധാരണ പോലെ. നീ ശരത്തുമായിട്ട് എവിടെയാ പോകുന്നെന്നൊക്കെ പറഞ്ഞായിരുന്നു. ആ സാധനം വാങ്ങിക്കാനേ, കുറച്ച് പാത്രങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു, അത് പോയി. ഞാൻ നിന്റെ അടുത്തൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കും. നീ ശരത്തുമായിട്ട് ബൈക്കിൽ പോകുന്ന അച്ഛനത്ര ഇഷ്ടമൊന്നും അല്ല. അല്ല, എൻ്റെ അടുത്ത് 1-2 തവണ അത് സൂചിപ്പിച്ച്, ഞാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. ഏട്ടൻ എന്തീ പറയണ? ഞാൻ ഇന്നലെ പഞ്ചായത്തിൽ പോകാൻ നിന്നപ്പോ അച്ഛനാ പറഞ്ഞേ ശരത്തിനെ വിളിച്ചിട്ട് പോയാൽ മതിന്ന്. എന്താ അവനെ വിളിച്ചു വരുത്തി തന്നെ അച്ഛനാ? ഇതെന്തെന്നത്? അപ്പൊ നീ ഇന്നലെ അവനുമായിട്ട് പോയി? ആ പോയി. നീ ഒന്നും പറഞ്ഞില്ലായിരുന്നു? ഞാൻ പറഞ്ഞ ഏട്ടനോട്. നീ പോണെന്നല്ലേ പറഞ്ഞത്, ശരത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ലായിരുന്നു? അതിപ്പോ ഞാൻ പോവാന്ന് നിന്നപ്പോ അച്ഛൻ വിളിച്ചു പറഞ്ഞു. പക്ഷെ ഞാൻ അത് ഏട്ടനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശരത്തിന്റെ കാര്യം, മറന്നതാ. അതിന് ഏട്ടനിപ്പോ ഞാൻ പറയണൊന്നും ശ്രദ്ധിക്കില്ലല്ലോ. ആരായിരുന്നു? അതാ കസ്റ്റമർ സർവീസിനാ, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. ശല്യങ്ങൾ. നമ്പർ മാറ്റിയാലും ബ്ലോക്ക് ചെയ്താലും പിന്നെ പിന്നെ വേറെ നമ്പറിൽ നിന്ന് വിളിച്ചോണ്ടിരിക്കും. ഒരു കഷ്ടമാണ്. പക്ഷെ ഞാൻ വെള്ളം എടുത്തിട്ട് വരാട്ടാ. വെള്ളം എടുത്തു വരാം. എന്തോ നോട്ടിഫിക്കേഷൻ? വെള്ളം വേണ്ടേ? എന്താ പ്രശ്നം? കറി എങ്ങാണ്ട് മണ്ടേ കയറിയത്. അതല്ല, പിന്നെ ശരിക്കും ഞാൻ ശരത്തിന്റെ കൂടെ പുറത്തു പോയതിന് അച്ഛനാണോ പ്രശ്നം, അത് ഏട്ടനാണോ പ്രശ്നം? എനിക്കെന്താ പ്രശ്നം? എനിക്ക് മതി.
നീ കഴിച്ചിട്ട് പെട്ടെന്ന് വാ. ഹലോ, ശരത്തെ ഞാൻ നിന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലല്ലേ, ഞാൻ പറയുമ്പോൾ വിളിച്ചാൽ മതിയില്ല. ഏട്ടൻ എന്തൊക്കെയോ സംശയങ്ങളുണ്ട്, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാം. ആ എന്താ നിനക്ക് കുറച്ച് കൂടുന്നുണ്ട് കേട്ടാ. എന്തൊരു കഷ്ട, പിന്നെ തരാം. വേണ്ടേ, ഏട്ടനുണ്ടെന്ന്. വന്ന് കുറുമ്പ് കുറച്ച് കൂടുന്നുണ്ട്. ഉമ്മത്ത വേണ്ട കേട്ടോ. ശരി ശരി ശരി, ഇനി പ്രശ്നം ഉണ്ടാക്കണ്ട, ഞാൻ തരാം. ഇതാ പിടിച്ചോ. മതിയോ? ഹാപ്പിയായോ? ശരി, ആ ഓക്കെ. ഇനിയോ? ഇതിപ്പോ എത്ര എണ്ണം തന്നു? ശരി, ഇതാ പിടിച്ചോ. മതിയോ? ഹാപ്പിയായോ? ഏട്ടാ, എന്നും രാവിലെ അല്ലേ പോരത്, ഇപ്പൊ എന്താ ഉച്ച തിരിഞ്ഞിട്ടൊരു പോക്ക്? അത് മോനാളി വിളിച്ചിട്ട് വരാൻ പറഞ്ഞു. അതൊക്കെ എങ്ങോട്ടാ ഓട്ടം? കോഴിക്കോട്. എന്ന് വരും? 2-3 ദിവസമാവും. നീ കൊച്ചു വരുമ്പോ ഞാൻ പോയെന്ന് പറഞ്ഞാൽ മതി. സൂക്ഷിച്ചു പോണേ. ഓ, എനിക്ക് ടോയ്ലറ്റിൽ പോണം. അമ്മ, എനിക്ക് ടോയ്ലറ്റിൽ പോണം. അമ്മ കൂടെ വരുമോ? പോയിട്ടാടാ, അമ്മ ഉറക്കമല്ലേ. അമ്മ, അമ്മ ഇത് നോക്ക്. അമ്മ, എന്താ?
അമ്മ അമ്മ അവിടെ കാല് കണ്ടമ്മ ഞാൻ ശോ, നീ സ്വപ്നം കണ്ടതാടാ. അല്ല. ഇല്ല, പോട്ടെ പോട്ടെ പോട്ടെ, ഒന്നുമില്ല ഒന്നുമില്ല, പോട്ടെ പോട്ടെ. അമ്മയില്ലേ, ഇവളെന്തിനാ കരയുന്നേ? ഓ പോട്ടെ പോട്ടെ, സാരമില്ല. അല്ല അമ്മ മോള് സ്വപ്നം കണ്ടതാടാ. ഇല്ല അമ്മ ഇല്ല ഇല്ല ഇവിടെ എന്തെങ്കിലും പൂച്ച എങ്ങനെ ചാടിയതായിരിക്കും. ഇല്ല ഇല്ല കരയില്ലേ? അമ്മയുണ്ട് അമ്മയുണ്ട്. എന്ത് പറ്റി? എന്തുവടി ഇത് ഇവളെന്തോ കണ്ടൂന്നും പറഞ്ഞ് കരയാ. ഒന്നുമില്ല, സ്വപ്നം കണ്ടതാ, ഞാൻ വല്ല പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. സ്വപ്നവും കണ്ട് കിടന്ന് കരയണതായിരിക്കും. മിണ്ടായിരിക്കും മക്കളെ. നീ ഒന്നും ഉണ്ടായിരിക്കും. എന്ത് പറ്റി മോളെ? അപ്പൊ കറക്റ്റ് അവിടെ ഞാൻ കാല് കണ്ടു. എന്താ അവിടെ കാലാ? കിഴങ്ങ് വല്ലതുമായിരിക്കും അച്ഛാ. ഇവിടെ വിളിച്ചോണ്ട് വെളിയിൽ പോ. ആ, മക്കളേക്ക് വാ വാ. എന്തെങ്കിലും നിഴലായിരിക്കും അച്ഛാ. നോക്കട്ടെ. സൂക്ഷിച്ചച്ചാ. നീ എന്താണോ ഇവിടെ? എന്റെ ഓട്ടം ക്യാൻസലേ. അതുകൊണ്ട് ഭാര്യയുടെ അവിഹിതം പൊക്കാൻ വേണ്ടി വന്ന് നിൽക്കുന്നു കർട്ടന്റെ പുറകില്. മാറി ഞാൻ മിണ്ടി പോരുത്. കുറെ നാളായി ഞാൻ ശ്രദ്ധിക്കുന്നു അച്ഛൻ, ഞാൻ കുറെ നാളായി ഇയാളെ ശ്രദ്ധിക്കുന്നു. അയാളുടെ ഒരു സംശയം, അത് എന്റെ നേർക്ക്. താൻ ഓനെ കൂട്ടിക്കെട്ടിയാണോ എന്നെ സംശയിക്കുന്നേ? ഞാനൊരു അഭിമാനമുള്ള സ്ത്രീയാണോ? തന്റെ ഒരു നോട്ടം കൊണ്ട് പോലും എന്റെ മേലൊരു സംശയം വന്നെന്ന് ഞാൻ അറിഞ്ഞ തന്റെ കൊച്ചിനും കൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ. നോക്കിക്കോ, തനിക്ക് നാണോ മോനുണ്ടോ? ഭാര്യയുടെ അഭീതം പൊക്കാൻ വേണ്ടി രാത്രി വന്ന് നിൽക്കുന്നു. അച്ഛ കണ്ടോ? അച്ഛ നിങ്ങൾ ചെയ്തത് തെറ്റാണെന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ബോധ്യം വന്നാൽ മാത്രം അത് തിരുത്തിയിട്ട് എന്റെ അടുത്തേക്ക് വന്നാൽ മതി. ഇനി അതിന് ഏത് തെറ്റാണെങ്കിലും ഞാനൊന്നും അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കണ്ട. അച്ഛാ അത്